പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കൂഞ്ഞ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ചക്കക്കൂഞ്ഞ് വേണം. ഇതാണ് ചക്കക്കൂഞ്ഞ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും. ഇനി ചക്കക്കൂഞ്ഞിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇവ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് നമ്മൾ ചട്ടിയിൽ ഈ കൂഞ്ഞിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നു. കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അതിനായി തേങ്ങ, ചെറിയ ഉള്ളി ഇവ നന്നായിട്ട് വറുത്തെടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിൽ തേങ്ങ ഇട്ട് വറുത്തെടുക്കുക. അപ്പം മറ്റേ അടുപ്പിൽ ചക്കക്കൂഞ്ഞ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതിനി മിക്സിയിലെ ജാറിൽ പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങ ഇനി വെന്ത ചക്കക്കൂഞ്ഞ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കറി എത്രത്തോളം വേണമെങ്കിൽ അതിനാവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഉപ്പും നോക്കി തിളപ്പിച്ചെടുക്കണം. ഞാൻ ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്ന. അങ്ങനെ നല്ല രുചികരമായ ചക്കക്കൂഞ്ഞ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.